ലയണൽ മെസ്സിയുടെ പെനാൽറ്റി മിസ്സാകലുകൾ വലിയ തോതിൽ ആഘോഷിക്കുമ്പോഴാണ് അതാ എംബാപ്പയും പെനാൽറ്റി മിസ്സാക്കുന്നു. അതായത് എംബാപ്പെ എത്ര കോൺഫിഡൻ്റ് എടുക്കുമെന്ന് കരുതും. പക്ഷേ അവിടെ ബോനുവിൻ്റെ ആ ഗോൾ കീപ്പറുടെ ഒരു ആധിപത്യമാണോ എംബാപ്പയ്ക്ക് തിരിച്ചടിയായത്? ബോനു എന്താണോ ആഗ്രഹിച്ചത് ആ ട്രാക്കിൽ എംബാപ്പയെ കൊണ്ടുവന്നു. പെനാൽറ്റി എടുക്കാൻ വരുമ്പോൾ എംബാപ്പെ ശരിക്കും ലെഫ്റ്റിലേക്ക് നോക്കുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്, പല വട്ടം അങ്ങോട്ട് നോക്കി ഞാൻ ഇങ്ങോട്ടാണ് അടിക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി. ബോനു അതിൽ ഓക്കെ ഞാനതിൽ വീണു എന്നുള്ള രീതിയിൽ പെനാൽറ്റി എടുക്കാൻ ആ പോസ് ഇട്ട നേരത്ത് റൈറ്റിലേക്ക് ഒരു ചെറിയ മൂവ്മെന്റ്, അതായത് എംബാപ്പയുടെ ലെഫ്റ്റിലേക്ക് ഒരു മൂവ്മെന്റ് വിട്ടപ്പോൾ എംബാപ്പയും ബോനുവും രണ്ടുപേരും ഉറപ്പിച്ചു എന്നാൽ പിന്നെ ഈ സൈഡിലേക്ക് ഇട്ടേക്കാം. അതുകൊണ്ട് തന്നെ വളരെ അനായാസമായ ഒരു പെനാൽറ്റിയായി. ബോനുവിന്റെ ട്രാപ്പിൽ എംബാപ്പെ വീണു എന്ന് ഞാൻ പറയും. ബോനോ നല്ല മനോഹരമായ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു, അതിൽ എംബാപ്പെ വീണു. ശരിക്കും ബോനോന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലോകകപ്പിൽ 9 പെനാൽറ്റി ഫേസ് ചെയ്തതിൽ 2 എണ്ണം മാത്രമേ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 4 എണ്ണം സേവ് ചെയ്തു, 3 എണ്ണം പുറത്തേക്ക്. അപ്പൊ അത് വിദഗ്ധമായി പെനാൽറ്റി ടേക്കേഴ്സിനെ കബളിപ്പിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മെസ്സിക്ക് സാധ്യമായതെല്ലാം എംബാപ്പയ്ക്കും സാധ്യമാണെന്ന് എംബാപ്പയും കാണിച്ചു. പെനാൽറ്റി മിസ് ചെയ്തിട്ട് ഒരു ഗോളും അസിസ്റ്റും ഇന്നത്തെ മത്സരത്തിൽ നേടി. അപ്പോൾ എംബാപ്പെ അദ്ദേഹം മെസ്സിയെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. ഗോൾ വേട്ടയിലും എംബാപ്പെ മെസ്സിക്കൊപ്പം ഉണ്ടല്ലോ. അസിസ്റ്റിന്റെ എണ്ണത്തിൽ എംബാപ്പയാണ് മുന്നിൽ എന്നുള്ളതുകൊണ്ട് തന്നെ പട്ടികയിൽ ഒന്നാമനും എംബാപ്പയാണ്. ഇനി ഈ മത്സരത്തിൽ ആദ്യ ഗോൾ എംബാപ്പയിലൂടെ ഫ്രാൻസ് നേടുന്നു 60-ാം മിനിറ്റിൽ. പക്ഷെ മൊറോക്കോ വലിയ തോതിൽ അതിൽ ഒരു വാറിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഒരു വാർ പരിശോധന സാഹചര്യമുണ്ടോ? ഈ വാറാണല്ലോ മൊത്തത്തിൽ ചർച്ച. ആ ഒരു ഗോളിന്റെ സാഹചര്യത്തിൽ വാറിന്റെ ഓപ്ഷൻ ഇല്ല. ക്ലിയർ ആൻഡ് ഒബ്വിയസ് എററിൽ മാത്രമേ വാറിന് ഇടപെടാൻ പറ്റുള്ളൂ. അവിടെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് ആ ഗോളിന്റെ ബിൽഡപ്പിന് തൊട്ട് മുമ്പ്, അതായത് 1 മിനിറ്റ് പോലും ആയിട്ടില്ല, ഒരു ഹാൻഡ് ബോൾ അപ്പീൽ ഉണ്ട്. അപ്പൊ അത് ഹാൻഡ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ ആ മൂവ്മെന്റിൽ തന്നെ, ആ അറ്റാക്കിംഗ് ഫേസിൽ തന്നെ അത് ഗോൾ ആവണം. എന്നാൽ മാത്രമേ വാറിന് ആ ഒരു അറ്റാക്കിംഗ് ഫേസ് മാത്രമേ പരിശോധിക്കാൻ പറ്റുള്ളൂ. ശരിക്കും അതിനുശേഷം ആ ബോക്സിലേക്ക് വരുന്ന പന്ത് മസ്രായി ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം ആ പന്ത് രണ്ടാമത് ഫ്രാൻസ് എടുത്തിട്ടാണ് എംബാപ്പയിലേക്ക് എത്തുന്നത്, ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ മസ്രായുടെ ക്ലിയറൻസ് തുടങ്ങിയപ്പോൾ ചെക്ക് ചെയ്യുള്ളൂ വാർ ആ ഗോളിന് മുമ്പത്തെ അറ്റാക്കിംഗ് ഫേസ്. അതിന് തൊട്ട് മുമ്പുള്ള